ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ജനപ്രീതിയുള്ള പരാജയമറിയാത്ത കുതിപ്പ് തുടരുന്ന താരങ്ങളിൽ ഒരാളാണ് രൺവീർ സിംഗ്. തൻ്റെ അഭിനയ മികവ് കൊണ്ടും ഊർജ്ജസ്വലമായ പെരുമാറ്റം കൊണ്ടും ദശലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുത്ത താരം. എന്നാൽ തിളക്കമാർന്ന ഈ സിനിമാ ജീവിതത്തിന് പിന്നിൽ കഠിനമായ പോരാട്ടങ്ങളുടെയും കൈപ്പേറിയ അനുഭവങ്ങളുടെയും ഒരു കഥയുണ്ട്. അടുത്തിടെ പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സിനിമാ ലോകത്തെ അത്ര സുഖകരമല്ലാത്ത ഒരു വശത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2010 ബാൻ ബജാ ബരാത്ത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു രൺവീറിൻ്റെ അരങ്ങേറ്റം. ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് കരസ്ഥമാക്കിയ അദ്ദേഹം ബാജിറാവു മസ്താനി, പത്മാവത് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ബോളിവുഡിൻ്റെ മുൻനിരയിലേക്ക് ഉയർന്നു. ഇന്ന് കോടികൾ വാരുന്ന സിനിമകളുടെ ഭാഗമായ രൺവീർ ഒരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഈ നിലയിലേക്ക് എത്തിയത്. ഒരു സാധാരണക്കാരൻ സിനിമയിലേക്ക് എത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളും അദ്ദേഹത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ കരിയറിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് അനുഭവത്തെക്കുറിച്ച് രൺവീർ സിംഗ് മനസ്സ് തുറന്നു. ഒരു കാസ്റ്റിംഗ് ഏജന്റിനെ കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് താരം പങ്കുവച്ചത്. ഒരു പുതിയ നടനെന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ മനോഹരമായി തയ്യാറാക്കിയ ഒരു പോർട്ട്ഫോളിയോയുമായിട്ടാണ് അദ്ദേഹം ചെന്നത്. എന്നാൽ ആ ഏജന്റിന് താല്പര്യം അനുഭവത്തിലോ കഴിവിലോ ആയിരുന്നില്ല. നീ മിടുക്കനാവണം, ഹോട്ടാവണം, സ്മാർട്ടും ഹോട്ടും ആയാൽ മാത്രമേ ഈ രംഗത്ത് മുന്നേറാൻ കഴിയൂ. എനിക്ക് നിന്നെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. പകരമായി എനിക്ക് വേണ്ടതെല്ലാം നീ തരണം. ഇതായിരുന്നു ആ ഏജന്റിൻ്റെ വാക്കുകൾ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാതെ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ആ വ്യക്തി വീണ്ടും തന്നെ ശല്യം ചെയ്തുവെന്നും എതിർത്തപ്പോൾ അത് കൂടുതൽ വഷളായെന്നും രൺവീർ ഓർക്കുന്നു. അന്ന് ഇത്തരം വെല്ലുവിളികളെ ധീരമായി നേരിട്ടതുകൊണ്ടാണ് ഇന്ന് താൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. രൺവീർ സിംഗിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേവലം ഒരു വ്യക്തിയുടെ അനുഭവം മാത്രമല്ല, മറിച്ച് സിനിമാ ലോകത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തെറ്റായ പ്രവണതയുടെ ആവർത്തനം കൂടിയാണ്. നടിമാർക്ക് മാത്രമാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന പൊതുധാരണയെ തിരുത്തിക്കൊണ്ടാണ് രൺവീറിനെ പോലുള്ള മുൻനിര താരങ്ങൾ രംഗത്തെത്തുന്നത്. ഹോളിവുഡിലെ മീറ്റു ചലനത്തിന് ശേഷം ഇന്ത്യൻ സിനിമയിലും പലരും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നു. നിലവിൽ രൺവീർ സിംഗിൻ്റെ പുതിയ ചിത്രമായ ദുരന്തർ 2 സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ആക്ഷൻ രംഗങ്ങൾക്കും പ്രകടനത്തിനും പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾക്കിടയിലാണ് താരത്തിൻ്റെ ഈ പഴയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വൈറലാകുന്നത്. പണ്ടൊരു ഏജന്റിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന ആ യുവാവ് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ കരുത്തുറ്റ ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്നത് വലിയൊരു പ്രചോദനമാണ്. സിനിമയിലേക്ക് കടന്നു വരുന്ന പുതുമുഖങ്ങൾ പലപ്പോഴും ഇത്തരം വലയിൽ വീണു പോകാറുണ്ട്. അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്യുന്നവർക്ക് മുന്നിൽ പലരും തങ്ങളുടെ സ്വപ്നങ്ങൾക്കായി വഴങ്ങിക്കൊടുക്കുന്നു. എന്നാൽ രൺവീർ സിംഗിനെ പോലുള്ളവർ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിലൂടെ പുതുമുഖങ്ങൾക്ക് ജാഗ്രത പാലിക്കാനും തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ വലിയൊരു അവബോധം ഉണ്ടാക്കാനും കഴിയുന്നു. കഴിവുണ്ടെങ്കിൽ ആർക്കും ഒന്നിനു വേണ്ടിയും വഴങ്ങേണ്ടതില്ല എന്ന ആത്മവിശ്വാസം വളരാനും ഇത് സഹായിക്കുന്നു. രൺവീർ സിംഗിൻ്റെ ജീവിതം പറയുന്നത് വിജയത്തിൻ്റെ മാത്രം കഥയല്ല, മറിച്ച് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചവൻ്റെ കൂടി കഥയാണ്. നിന്നെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് സിംഹാസനം തീർത്ത രൺവീർ വരുമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്. സിനിമയിലെ വർണ്ണ കാഴ്ചകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത പാടുകളെ തുടച്ചു നീക്കാൻ ഇത്തരം തുറന്നു പറച്ചിലുകൾ അത്യന്താപേക്ഷിതമാണ്.